അതിലേറെ വിനയത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ രാജു ബൽറാം, പ്രസിഡന്റ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കാലിക്കറ്റ്. സർ, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. Respected Muhammad Sir, Jijo, Ragesh, Ajay, വിഷ്ണു, ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതോ ഞാനെന്താ ഇദ്ദേഹത്തിനൊക്കെ പേര് വിളിക്കുന്നതെന്ന്. എൻ്റെ കൂടപ്പുറപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ പേര് വിളിക്കുന്നത്. അതിൻ്റെ അവകാശം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവരെ പേര് വിളിക്കുന്നത്. ഞാൻ ഡോക്ടർ രാജു ബാൽറാം, 4000 ഡോക്ടേഴ്സിൻ്റെ ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണ്. എൻ്റെ പേഷ്യൻ്റ് നമ്പർ MID 01158416. ഒരു 6 മാസത്തോളം ഞാൻ ഇവിടുത്തെ ഒരു പേഷ്യൻ്റായിരുന്നു. മാരകമായ ബ്ലഡ് ക്യാൻസറാണ് എനിക്ക് വന്നത്. ഇവിടുത്തെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ രാഗേഷിൻ്റെ നേതൃത്വത്തിലാണ് എൻ്റെ ചികിത്സ നടന്നത്. എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് അങ്ങേയറ്റം വരെ എന്നെ കൊണ്ടുപോയി. നിങ്ങൾക്ക് നന്ദി. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു എനിക്കിവിടെ ഉണ്ടായത്. ക്യാൻസർ രോഗം എന്നെല്ലാം പറയുമ്പോൾ ഞാൻ ഒരുപാട് ഞാനൊരു ഡോക്ടറാണ്, ഒരുപാട് രോഗികൾ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാതും ഞങ്ങൾ കേട്ടിട്ട് അവരുടെ അടുത്ത് ആശ്വസിപ്പിക്കാനുള്ള വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അസുഖം ഭേദാക്കാനും കയ്യിൽ ഒതുങ്ങുന്ന അസുഖങ്ങൾ ചികിത്സിക്കുകയും ചെയ്യും. എല്ലാത്ത കേസ് ഞങ്ങൾ റെഫറും ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് തന്നെ ക്യാൻസർ വന്നു. അങ്ങനെയാണ് ഞാൻ രാകേഷ് രാധാകൃഷ്ണന് ആയിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. രാധാകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ടീമിനും വേണ്ടി ഞാൻ എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ അത്രക്കും എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുടെ കൂടെ എൻ്റെ കുടുംബത്തിന് കൂടെ നിന്ന് മധുരവാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ചികിത്സ വളരെ കൃത്യമായിട്ട് ചെയ്ത് എന്നെ തിരിച്ച് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഉത്സാഹവും പ്രയത്നം ചെയ്തിട്ടാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന്. സാധാരണ ഇങ്ങനത്തെ ഒരു വലിയൊരു പരിപാടി ആവുമ്പോൾ, ഒരു ഉദ്ഘാടനം എന്നെല്ലാം പറയുമ്പോൾ സാധാരണ എന്താ ചെയ്യുക, ഒന്നുകിൽ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ എന്താ പറയണ്ടേ നടന്മാർ ഒക്കെയാണ് വിളിക്കുക. പക്ഷേ ഇന്ന് എന്നെയാണ് വിളിച്ചത്. കാരണം വെച്ചാൽ ഒരു ഡോക്ടറെ കുറിച്ച്, ഈ സ്ഥാപനത്തിനെ കുറിച്ച്, ഈ സ്ഥാപനത്തിൻ്റെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നല്ല വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന വ്യക്തി ഇവിടുത്തെ ഒരു പേഷ്യൻ്റ് തന്നെ ആയിരിക്കും എന്ന് കണ്ട് മനസ്സിലാക്കിയ മാനേജ്മെൻറ്റിന് വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. കാരണം വെച്ചാൽ ഇറ്റ് കംസ് ഫ്രം ദ ഹാർട്ട്. There is no way that anybody can replace me. To the doctors, the paramedical staff, office staff, cleaners, sweepers, and each and every individual who has taken part in the treatment and
എന്നെ പൊക്കിക്കൊണ്ടെന്ന് ഇവിടെ ഇന്ന് അള്ളാഹു തന്നെ, റഹാം തന്നെ, ജീസസ് ക്രൈസ്റ്റ് തന്നെ തീരുമാനിച്ച ഒരു മുഹൂർത്തത്തിൽ എന്നെ ഇവിടെ എത്തിച്ചതിന് നന്ദി രാധാകൃഷ്ണൻ, നന്ദി. ഈ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതുകൊണ്ടും മൈത്ര ഹോസ്പിറ്റല് ഒതുങ്ങാൻ പോകുന്നില്ല. വലിയൊരു വിഷനുള്ള ഹോസ്പിറ്റലാണ്, വലിയൊരു വിഷനുള്ള ഒരു മാനേജ്മെൻ്റ് ആണ്. ഒരുപാട് ഉയരത്തിലെത്തും. കോഴിക്കോട്, കേരളത്തിൽ, ഇന്ത്യയിൽ, ഒരു പക്ഷേ ഈ ലോകം മുഴുവൻ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് രാകേഷ് സർ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഐ ഹാവ് ടോട്ടൽ കോൺഫിഡൻസ് ഇൻ യു. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് റേഡിയേഷൻ ഓങ്കോളജി കൂടി ഒരു നല്ലൊരു പെറ്റ് സെൻറ്റർ, പെറ്റ് സ്കാൻ ചെയ്യാൻ പറ്റുന്ന സെൻറ്റർ, റേഡിയേഷൻ ഓങ്കോളജി, ആ വക കാര്യങ്ങൾ കൂടി ഇതുകൂടി ചേർക്കണം. ലോകത്തിൽ, കേരളത്തിൽ, കോഴിക്കോട്, കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ക്യാൻസർ രോഗ ചികിത്സ എന്ന് പറയുമ്പം ആദ്യത്തെ 5 പേരിൽ മൈത്ര ഹോസ്പിറ്റൽ വരണം. അതായിരിക്കും നിങ്ങളെ ലക്ഷ്യം. എല്ലാവിധ ഭാവം നേടിക്കൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ആസ്പത്രി വളരെ ഉയരത്തിൽ തന്നെ എത്തും. എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, എക്സ്റ്റെൻഡഡ് ഡിപ്പാർട്ട്മെൻറ്റും പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റും, I declare this department as inaugurated. Thank you very much. JIMA, Jai